കീർത്തിന്ന് ഒറ്റയ്ക്കാണല്ലോ. സാറ് ഒരു ഫോൺ വന്നപ്പോ പോയതാ. ഓ ആട്ടെ, എന്റെ പേരെങ്ങനെ മനസ്സിലായി? അറിയാൻ ആഗ്രഹമുള്ളതൊക്കെ മനുഷ്യ അറിഞ്ഞു വെക്കില്ലേ? എന്താ സാധനങ്ങൾ വല്ലതും വേണോ? കല്യാണമാകുമ്പോ നമുക്ക് ആലോചിക്കാം. എന്നാ ഞാൻ അങ്ങോട്ട്. ഓക്കെ. നിധി കിട്ടിയ ഒരു ദരിദ്രന്റെ മാനസികാവസ്ഥയായി എനിക്ക്. പിന്നെ ഓരോ ദിവസവും അയാളുടെ സാമീപ്യത്തിന് ഞാൻ ദാഹിച്ചു തുടങ്ങി. ഒരു പ്രയാസവും കൂടാതെ ഞാൻ അയാളോടടുത്തു, പിരിയാൻ കഴിയാത്ത വിധം. ഒടുവിൽ ആ ദിവസവും വന്നു ചേർന്നു. ഒരു പെൺകുട്ടിക്കും എൻ്റെ ജീവിതത്തെ ഇത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഞാൻ ഭാഗ്യം ചെയ്തവളാ. എന്നായാലും ഇതൊക്കെ എനിക്ക് കാണാനല്ലോ അല്ലേ? എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയമായി. അതാണ് ഒരു ശരാശരി പെണ്ണിന്റെ മാനസികാവസ്ഥ എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു. ഇനി അയാളുടെ ഫോൺ എടുക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. എന്താ ഒന്നും മിണ്ടാത്തേ? അന്നങ്ങനെ അറിയാതെ സംഭവിച്ചു പോയതിൽ എനിക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട്. ചേട്ടൻ വീട്ടിൽ വന്ന് അച്ഛനുമായിട്ട് സംസാരിക്കണം. അതുവരെ ഫോൺ വിളിയൊന്നും വേണ്ട. ഇതിലൊരു മാറ്റൂല? ഇല്ല. ശരി, 2 മിനിറ്റ് കഴിഞ്ഞ് നീ നിന്റെ വാട്സപ്പ് നോക്ക്. എന്തിനാ ചേട്ടാ എന്നോട് ഇത് ചെയ്തത്? ഞാൻ എന്തുമാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതാ. അതൊക്കെ കൊണ്ടേക്കളാ. ഞാൻ പറഞ്ഞോടത്തേക്ക് വന്നേ മതിയാവൂ.